ഹായ് വെൽക്കം ടു ഡേ 2 ഓഫ് പെരുന്നാൾ. ഇന്നലെ സിനിമയൊക്കെ കണ്ടു ഉറങ്ങി കാലത്ത് നേരത്തെ എഞ്ചുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാലത്തുണ്ടായിരുന്ന പൊട്ടും കടലേൻ്റെ കടല ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ കുറച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്കിള് ബീഫ് വെട്ടാൻ തുടങ്ങി. ആൻറ്റിയും വലിയമ്മയും അരിൻ്റെ വഴികളിൽ സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ല്. അപ്പോൾ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ബീഫും മീൻകറിയും നല്ല വെട്ടി തിളക്കിയായിരുന്നു. കുറച്ചായപ്പോൾ എല്ലാം സെറ്റായി ഡൈനിങ് ടേബിളിൽ എത്തി. പിന്നെ എല്ലാവരും വന്ന് കൂടിയിരുന്ന് ഹാപ്പി ആയിട്ട് ലഞ്ച് കഴിച്ചു. അതും കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സ്നിക്കേഴ്സ് കൊണ്ടുവന്നത്. അപ്പോൾ അത് നമ്മൾ അകത്താക്കി. പിന്നെ ഇന്നലെ നമ്മൾ നിർത്തിയിട്ട ലൈറ്റ് ഇടൽ പരിപാടികൾ ഇന്ന് നമ്മൾ റെസ്യൂം ചെയ്തു. ഇന്നലിട്ട അതേ സെറ്റ് ഓഫ് പീപ്പിൾ ആയിരുന്നു. ഒരാൾ കൂടി ആഡ് ഓൺ ആയി. അതാരല്ല, എൻ്റെ പപ്പയായിരുന്നു. ഫ്രൈഡേ വർക്കൊക്കെ കഴിഞ്ഞ് സാറ്റർഡേ കാലത്ത് തന്നെ എത്തി. അപ്പോൾ എല്ലാവരും കൂടി ലൈറ്റൊക്കെ ഇട്ടു. എല്ലാവരും പണിയെടുത്തു എക്സെപ്റ്റ് മീ. ഞാനൊരു കാണിയായിരുന്നു. എന്തൊക്കെയായാലും അവർക്ക് ഉണ്ടാക്കിയ പൈനാപ്പിൾ ജ്യൂസിൽ ഞാനും ചെറുതായിട്ട് ഷെയർ എടുത്തു. ഫൈനലി ലൈറ്റൊക്കെ സെറ്റാക്കി ചായയൊക്കെ കുടിച്ച് ചടപടയെന്ന് ഫ്രഷായി നമ്മൾ റെഡി ആവാൻ തുടങ്ങി. ദെൻ ഒരു തടികൂടി മേക്കപ്പും കഴിഞ്ഞ് ഓൾ സെറ്റായി. എൻ്റെ ഈ ഡ്രസ്സ് എൻ്റെ ന്യൂ ഇയറിൻ്റെ ഔട്ട്ഫിറ്റ് ആയിരുന്നു. അത് തന്നെയായിരുന്നു സെയിം ഈ ദിവസത്തെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ സച്ചിന് കാണാൻ നല്ല ഹാൻസം ആയിട്ടില്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ ദിവസം അവനെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ നൈറ്റൊക്കെ ആയപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ഭംഗിയൊക്കെ നോക്കി കുറേ വീഡിയോസൊക്കെ എടുത്തു. ലൈറ്റിൻ്റെ മാത്രമല്ല, ഇടയിൽ ഞങ്ങളുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ കുറേ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അമ്പിൻ്റെ സമയമായി. അപ്പോൾ രൂപത്തിൻ്റെ മുന്നേ അമ്പും ഉണ്ടാക്കിയ നേർച്ചയൊക്കെ കൊണ്ടുവച്ചു. പിന്നെ എല്ലാവരും റെഡിയായി ഓൾ സെറ്റായി ഉണ്ടാക്കിയ നേർച്ചയൊക്കെ കഴിച്ച് അമ്പിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ആ സമയത്ത് പപ്പിയും ചേച്ചിയും അമ്പ് വരുമ്പോൾ വീണ്ടും മുന്നിൽ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പടക്കമൊക്കെ സെറ്റാക്കായിരുന്നു. രാത്രിയായപ്പോൾ ഷരുബായി എത്തി. പിന്നെ ഞങ്ങൾ എല്ലാവരും ടെറസിലേക്ക് പോയി കമ്പിത്തിരിയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറക്റ്റ് അമ്പ് എത്തി. അമ്പ് വീട്ടിൽ കയറ്റി. വീട്ടിൽ മുന്നിലാണെങ്കിലും ഒരു സൂപ്പർ ഡൂപ്പർ ബാൻഡ് സെറ്റായിരുന്നു. അത് തീർന്നപ്പോൾ പപ്പ സെറ്റാക്കി വെച്ച പടക്കം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും സ്കൈ ഷോൻ്റെ ആൾക്കാരായിരുന്നു. അത് കൃത്യം ഞങ്ങൾ പൊട്ടിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പട്ടാക്ക വൈബായിരുന്നു. പിന്നെ ഞങ്ങൾ താഴ്ത്തിറങ്ങി വന്ന് കുറേ നേരം ഇങ്ങനെ മിണ്ടിയായിരുന്നു. പിന്നെ എല്ലായിടത്തും പോലെ തന്നെ എല്ലാവരും കൂടി ഒറ്റ സമയത്ത് ഒരു പൂത്തിരി കത്തിക്കുക, അത് മസ്റ്റാണല്ലോ. അത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് കറക്റ്റായിട്ട് കത്തിച്ച് ഡണ്ണാക്കി. പിന്നെ ഞങ്ങൾ ഇറങ്ങി പള്ളിയിലേക്ക്. അമ്പൻ്റെ പ്രദക്ഷിണത്തിനൊപ്പമായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ല കാലുവേദനയായിരുന്നു. പക്ഷെ സച്ചിൻ ചിന്നിയും തന്നെ ആയതുകൊണ്ട് അവർക്കൊന്ന് കമ്പനി കൊടുക്കാമെന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി. അറ്റ് ലാസ്റ്റ് പള്ളിയിലേക്ക് എത്തി. ഞാനും ആളും മാത്രമായിരുന്നു ഇന്ന് ലൈറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ യൂണിറ്റിൻ്റെ ബിൻ്റെ സെറ്റും ശൃംഗാരമേലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട് അങ്കിൾ എന്താണോ ഈ കുട്ടിക്കെന്ന് വെച്ചിട്ട് ഇങ്ങനെ അന്തമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. അതാണിത്. പിന്നെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ചേച്ചിക്ക് വേണ്ടി ഒരു നേർച്ച നടന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സാധിച്ചിട്ടുകൊണ്ട് മുന്നേഷയ്ക്ക് ഒരു കശമാലയും ഇട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നിരന്ന ഐസ്ക്രീം വണ്ടിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഓരോരോ ഐസ്ക്രീം വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി ഡിന്നറും കഴിച്ച് ഒരു ഹൊറർ മൂവി ഇട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി.